ഹായ്, ഗുഡ് ഈവനിങ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഹരിത വിപ്ലവത്തെ കുറിച്ചാണ്. അപ്പൊ നമുക്ക് തുടങ്ങാം. എന്താണ് ഹരിത വിപ്ലവം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. അപ്പൊ എന്താണ് ഹരിത വിപ്ലവം? സാങ്കേതിക വിദ്യയുടെ ഉപയോഗത്തിലൂടെ കാർഷികോൽപാദനത്തിൽ ഉണ്ടായ കുതിച്ചുചാട്ടമാണ് എന്തെന്ന് പറയുന്നത് ഹരിത വിപ്ലവം എന്ന് പറയും. അപ്പോ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് കാർഷികോൽപാദന രംഗത്ത് വലിയ ഒരു കുതിച്ചുചാട്ടം ഉണ്ടായി. അതിനെയാണ് ഹരിത വിപ്ലവം എന്ന് പറയും. അപ്പൊ എങ്ങനെയാണ് ഈ കാർഷികോൽപാദനത്തിൽ ഇത്രയും വലിയൊരു കുതിച്ചുചാട്ടം ഉണ്ടാക്കാനായിട്ട് ഹരിത വിപ്ലവത്തിന് സാധിച്ചത്? ഹരിത വിപ്ലവം എന്ന് പറഞ്ഞാൽ എന്താണ്? സാങ്കേതിക വിദ്യ, പുതിയ ടെക്നോളജികളും മറ്റുമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കാർഷികോൽപാദന രംഗത്ത് വലിയ നേട്ടം കൊയ്തതിനെയാണ് ഹരിത വിപ്ലവം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എങ്ങനെയാണ് ഹരിത വിപ്ലവത്തിലൂടെ കാർഷികോൽപാദനത്തിൽ ഇത്രയും വലിയൊരു കുതിച്ചുചാട്ടം ഉണ്ടായത്? ഹരിത വിപ്ലവത്തിൽ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്? ഹൈ yielding വെറൈറ്റി സീഡ്സ്. എന്താണ്? അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ. എന്താണ്? അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, അതുപോലെ തന്നെ ശരിയായിട്ടുള്ള ജലസേചനം, നല്ല രീതിയിൽ ഇറിഗേഷൻ ഫെസിലിറ്റീസ്, ജലസേചന സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുന്നു. വളപ്രയോഗം, രാസവളങ്ങൾ, കീടനാശിനി മറ്റുമൊക്കെ കറക്റ്റ് ആയിട്ട് ശരിയായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കുക. ഇങ്ങനെയാണ് ഹരിത വിപ്ലവം അതിന്റെ ലക്ഷ്യം കണ്ടത്. അതായത് കാർഷികോൽപാദന രംഗത്ത് കുതിച്ചുചാട്ടം ഉണ്ടാക്കിയത്. അപ്പോ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത്? ഒന്ന്, എന്താണ് ഹരിത വിപ്ലവം? നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഹരിത വിപ്ലവത്തെ കുറിച്ചാണ്. എന്താണ് ഹരിത വിപ്ലവം എന്ന് സിമ്പിൾ ആയി ചോദിച്ചാൽ, സാങ്കേതിക വിദ്യയുടെ ഉപയോഗത്തിലൂടെ കാർഷികോൽപാദന രംഗത്തുണ്ടായ കുതിച്ചുചാട്ടത്തെയാണ് ഹരിത വിപ്ലവം എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഇത് സാധ്യമാകിയത്? എന്തൊക്കെ വിദ്യകൾ ഉപയോഗിച്ചാണ്, എന്തൊക്കെ ടെക്നോളജി, എന്തൊക്കെ കാര്യങ്ങൾ ഉപയോഗിച്ചാണ് ഹരിത വിപ്ലവം സാധ്യമായത് എന്ന് ചോദിച്ചാൽ, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിക്കുന്നു, ശരിയായ രീതിയിലുള്ള ജലസേചന സൗകര്യങ്ങൾ, അതുപോലെ വളപ്രയോഗം, കീടനാശിനികളുടെ ഉപയോഗം ഒക്കെ കൊണ്ടാണ് ഇത് സാധ്യമാകിയത്. ഇനി ഏത് സമയത്താണ് ഹരിത വിപ്ലവം ആരംഭിച്ചത് എന്ന് ചോദിച്ചാൽ, 1940കളിലാണ് എന്താരംഭിച്ചത്? ലോകത്ത് ആദ്യമായിട്ട് ഹരിത വിപ്ലവം ആരംഭിക്കുന്നത്. ഇങ്ങനെ കാർഷികോൽപാദന രംഗത്ത് വലിയൊരു കുതിച്ചുചാട്ടം ഉണ്ടാക്കിയ ഹരിത വിപ്ലവത്തിന്റെ തുടക്കം 1940കളിലാണ്. 1940കളിൽ ഏത് രാജ്യത്താണ്? മെക്സിക്കോ എന്ന് പറയുന്ന രാജ്യത്ത് ഡോക്ടർ നോർമൻ ഇ ബോർലോഗ് ആണ് ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിക്കുന്നത്. അപ്പൊ എന്താണ്? 1940കളിൽ മെക്സിക്കോയിൽ ഡോക്ടർ നോർമൻ ഇ ബോർലോഗിന്റെ നേതൃത്വത്തിലാണ് ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിക്കുന്നത്. നമ്മൾ ഹരിത വിപ്ലവം എന്താണെന്ന് നോക്കി, എങ്ങനെയാണ് അത് സാധ്യമാക്കിയതെന്ന് നോക്കി, എന്നാണ് ഹരിത വിപ്ലവം തുടങ്ങിയത്, എവിടെയാണ്, ആരാണ് ഇതിന് നേതൃത്വം നൽകിയത്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കി. 1940കളിൽ മെക്സിക്കോയിൽ ഡോക്ടർ നോർമൻ ഇ ബോർലോഗിന്റെ നേതൃത്വത്തിലാണ് ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത്. പിന്നീട് അത് ലോകത്ത് എല്ലാ രാജ്യങ്ങളിലേക്കും എല്ലാ സ്ഥലങ്ങളിലേക്കും വ്യാപിക്കുകയായിരുന്നു. ഇനി ഹരിത വിപ്ലവം എന്ന വാക്ക് നമ്മളിപ്പോ ഒരുപാട് തവണ ഉപയോഗിച്ചു. ഈ ഒരു വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ്? ഗ്രീൻ റെവല്യൂഷൻ. ഹരിത വിപ്ലവം. ഈ വാക്ക് ഉപയോഗിച്ചത് ആരാണ്? യുണൈറ്റഡ് സ്റ്റേറ്റ് ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റിന്റെ ഡയറക്ടർ ആയിരുന്ന വില്യം ഗാർഡ് ആണ് ആദ്യമായിട്ട് ഹരിത വിപ്ലവം എന്ന പദം ഉപയോഗിച്ചത്. അപ്പൊ ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് യുണൈറ്റഡ് സ്റ്റേറ്റ് ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റിന്റെ ഡയറക്ടർ ആയിരുന്ന വില്യം ഗൗഡ് ആണ്. ഓക്കെ. ഇനി
അപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ, നമ്മൾ കുറച്ചധികം കാര്യങ്ങൾ നോക്കി. സാങ്കേതിക വിദ്യയിലൂടെ ഉണ്ടായ കാർഷികോൽപാദന രംഗത്തെ കുതിച്ചുചാട്ടമാണ് ഹരിത വിപ്ലവം. ഹരിത വിപ്ലവം തുടങ്ങിയത് 1940-കളിലാണ്. ഏത് രാജ്യത്ത്? മെക്സിക്കോയില്. ഡോക്ടർ നോർമൻ ഇ ബോർലോഗിന്റെ നേതൃത്വത്തിലാണ് ഹരിത വിപ്ലവം തുടങ്ങിയതെന്ന് നമുക്ക് മനസ്സിലായി. ഹരിത വിപ്ലവം എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റിന്റെ ഡയറക്ടർ ആയിരുന്ന വില്യം ഗാർഡ് എന്ന വ്യക്തിയാണെന്നും നമുക്ക് മനസ്സിലായി. ഇനി നോർമൻ ഇ ബോർലോഗ് വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളായിരുന്നു ഏതൊക്കെ? സൊണോറ 64-ഉം ലെർമറോജ 64-ഉം. അപ്പൊ എന്താണ്? നോർമൻ ഇ ബോർലോഗ് വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളാണ് എന്തൊക്കെ? സൊണോറ 64-ഉം ലെർമറോജ 64-ഉം. അതുപോലെ തന്നെ ഹരിത വിപ്ലവത്തിന് നേതൃത്വം കൊടുത്ത ആള് ഡോക്ടർ നോർമൻ ഇ ബോർലോഗ് ആണ്. അപ്പോ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? നോർമൻ ഇ ബോർലോഗിനെയാണ് ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് നോർമൻ ഇ ബോർലോഗിനെയാണ്. അപ്പൊ അദ്ദേഹം സൊണോറ 64, ലെർമറോജ 64 എന്നീ വിത്തിനങ്ങൾ വികസിപ്പിച്ചെടുത്ത ആരാണ്? നോർമൻ ഇ ബോർലോഗ് ആണ്. അപ്പൊ എന്താണ്? ഹരിത വിപ്ലവത്തിലൂടെ കാർഷികോൽപാദനം കൂടി. അതായത് നേരത്തെ ഉണ്ടാക്കിയെടുത്തുകൊണ്ടിരുന്ന ഇതിനേക്കാൾ ഒരുപാടേറെ ഭക്ഷ്യധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കാനായിട്ട് ഹരിത വിപ്ലവത്തിലൂടെ സാധിച്ചു. അപ്പൊ എന്തായിരിക്കും സംഭവിക്കുന്നത്? പട്ടിണി. സാധാരണ ആൾക്കാർക്ക് എന്താണ്? പട്ടിണി നേരിടേണ്ടി വരുന്നില്ല. നേരത്തെ ഉണ്ടാക്കിയെടുത്തതിനേക്കാളും വളരെയധികം കൂടുതൽ ധാന്യം ഇപ്പൊ ഗ്രീൻ റവല്യൂഷന്റെ ഫലമായിട്ട് ലോകത്ത് ഉൽപ്പാദിപ്പിക്കുകയാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കും? ആൾക്കാർക്ക് പട്ടിണി അനുഭവിക്കേണ്ടി വരില്ല. എല്ലാവർക്കും വേണ്ട ഭക്ഷണം ലോകത്ത് ഉണ്ടായി വരുന്നു. അപ്പൊ എന്താണ്? അങ്ങനെ ഒരു വലിയ കാര്യമാണ് നോർമൻ ഇ ബോർലോഗ് ചെയ്തിരിക്കുന്നത് ഹരിത വിപ്ലവത്തിലൂടെ. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഈ കാര്യങ്ങളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് അദ്ദേഹത്തിന് 1970-ൽ അദ്ദേഹത്തിന്റെ ഹരിത വിപ്ലവത്തിലുള്ള അദ്ദേഹത്തിന്റെ പങ്ക് മുൻനിർത്തിക്കൊണ്ട് 1970-ൽ അദ്ദേഹത്തിന് എന്ത് ലഭിച്ചു? സമാധാന നോബൽ സമ്മാനം ലഭിക്കുന്നു. സമാധാന നോബൽ സമ്മാനം അദ്ദേഹത്തിന് ലഭിക്കുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഹരിത വിപ്ലവത്തെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന നിലയിൽ നമുക്ക് പറയാനുള്ളത്. ഇനി മറ്റൊരു കാര്യം കൂടി പറയാം. ഈ 1940-കളിലാണ് മെക്സിക്കോയിൽ ഹരിത വിപ്ലവത്തിന്റെ ആരംഭം എന്ന് നമ്മൾ പറഞ്ഞു. ഈ 1940-കളിൽ ഈ ഹരിത വിപ്ലവത്തിനുള്ള ആരംഭം കുറിക്കാൻ സാധിച്ചത് ഗോതമ്പ് കൃഷിയുടെ ഗവേഷണത്തിലൂടെയാണ്. അതിന് ധനസഹായം നൽകിയത് റോക്കഫെല്ലർ ഫൗണ്ടേഷൻ ആണ്. റോക്കഫെല്ലർ ഫൗണ്ടേഷൻ നൽകിയ ധനസഹായത്തിലൂടെയാണ് മെക്സിക്കോയിൽ ഗോതമ്പ് കൃഷിയുടെ ഗവേഷണവും അതായത് ഹരിത വിപ്ലവത്തിന് തുടക്കമായത്. അത് ആരുടെ ധനസഹായം വഴിയാണ്? റോക്കഫെല്ലർ ഫൗണ്ടേഷന്റെ ധനസഹായം വഴിയാണ് ഈ ഒരു ഗവേഷണങ്ങളൊക്കെ, ഹരിത വിപ്ലവത്തിലേക്ക് തുടക്കം കുറിച്ച ഗവേഷണങ്ങളൊക്കെ നേതൃത്വം നയിച്ചത് എന്നുകൂടി ആലോചിക്കുക. എന്താണ്? ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച മെക്സിക്കോയിൽ നടന്ന ഗവേഷണങ്ങൾക്ക് വേണ്ട ധനസഹായം നൽകിയത് ആരാണ്? റോക്കഫെല്ലർ ഫൗണ്ടേഷൻ ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്താണ്? ഹരിത വിപ്ലവത്തിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന നിലയിൽ നമുക്ക് ഓർത്തിരിക്കാം. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്, ഇനി ലോകത്ത് ഇങ്ങനെ ഹരിത വിപ്ലവം വന്നു, നോർമൻ ഇ ബോർലോഗ് ആണ് ഹരിത വിപ്ലവത്തിന്റെ പിതാവ്, മെക്സിക്കോയിൽ ഇത് ആരംഭിച്ചു, ഇത് ലോകമെമ്പാടും വ്യാപിച്ചു എന്നൊക്കെ പറഞ്ഞു. നമുക്കറിയേണ്ടത് എന്താ? നമ്മുടെ ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിനെ കുറിച്ചാണ്. എപ്പോഴാണ് അല്ലെങ്കിൽ എന്തിനാണ് നമ്മുടെ ഇന്ത്യ ഹരിത വിപ്ലവം സ്വീകരിച്ചത്? ഇത്രയധികം ഒരു കാർഷികോൽപാദനത്തിൽ കുതിച്ചുചാട്ടം ഉണ്ടാക്കുന്ന ഇങ്ങനെ ഒരു ഹരിത വിപ്ലവം നമ്മൾ സ്വീകരിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് നമുക്ക് 1947 സ്വാതന്ത്ര്യം കിട്ടുന്നു. സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം, സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷമുള്ള ആ സമയത്തൊക്കെ നമ്മൾ എങ്ങനെയുള്ള രാജ്യമാണ്? കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു രാജ്യമാണ്. അതായത് നമ്മുടെ രാജ്യത്തെ ജനങ്ങളിൽ 75% കൃഷിയെ ഉപജീവന മാർഗമായി കണ്ട് ജീവിക്കുന്ന ആൾക്കാരായിരുന്നു സ്വാതന്ത്ര്യ ലബ്ധിയുടെ സമയത്ത്. അതായത് 1947 ആ ഒരു സമയത്ത് നമ്മുടെ രാജ്യത്തുള്ള 75% ജനങ്ങളും കൃഷിയെ ഉപജീവനത്തിനായിട്ട് ആശ്രയിക്കുന്നവരായിരുന്നു. പക്ഷേ ഇത്ര ശതമാനം ആൾക്കാരും കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുകയായിരുന്നെങ്കിലും നമ്മുടെ നാട്ടില് കാർഷിക മേഖലയിലെ ഉൽപാദനക്ഷമത വളരെയധികം കുറവായിരുന്നു. അപ്പൊ എന്താണ്?
കാർഷിക മേഖലയിലെ ഉൽപാദനക്ഷമത കുറവായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാങ്കേതിക വിദ്യകളെല്ലാം വളരെയധികം കാലഹരണപ്പെട്ട സാങ്കേതിക വിദ്യകളായിരുന്നു നമ്മൾ കാർഷിക രംഗത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എന്താണ്? കാർഷിക രംഗത്ത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാങ്കേതിക വിദ്യകളെല്ലാം എന്താണ്? കാലഹരണപ്പെട്ടതായിരുന്നു. പിന്നെന്താണ്? നമ്മൾ കൃഷി ചെയ്യുന്നത് പ്രധാനമായും മൺസൂണിനെ, അതായത് മഴയെ ആശ്രയിച്ചുകൊണ്ടുള്ള കൃഷി രീതിയായിരുന്നു നമ്മൾ തുടർന്നു പോന്നുകൊണ്ടിരുന്നത്. എന്താണ്? സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം നമ്മളുടെ രാജ്യത്തെ ജനങ്ങളെ നമ്മൾ നോക്കുകയാണെങ്കിൽ 75% ആൾക്കാരും കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരായി. പക്ഷേ അതിനകത്ത് കാർഷിക രംഗത്ത് എന്താണ്? കുറഞ്ഞ ഉൽപാദനക്ഷമതയായിരുന്നു ഉണ്ടായിരുന്നത്. അത് മാത്രമല്ല, നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എന്താണ്? കാലഹരണപ്പെട്ട സാങ്കേതിക വിദ്യകളാണ് നമ്മൾ കാർഷിക രംഗത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതുകൂടാതെ നമ്മൾ മഴവെള്ളത്തെ ആശ്രയിച്ചുകൊണ്ടാണ് കൃഷി ചെയ്തിരുന്നത്. അതായത് മൺസൂണിനെ ആശ്രയിച്ചുകൊണ്ടായിരുന്നു നമ്മുടെ കൃഷി രീതികളെല്ലാം. അപ്പൊ ഇതെല്ലാം തന്നെ എന്താണ്? കുറഞ്ഞ കാർഷികോൽപാദനത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഘടകങ്ങളാണ്. എല്ലാം എന്താണ്? ഈ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് കുറഞ്ഞ രീതിയിലെ കാർഷികോൽപാദനം ഉള്ളൂ. അപ്പൊ അതിനെ നമുക്ക് മറികടക്കണം. അതായത് നമ്മുടെ കാർഷിക രംഗം മുരടിപ്പ് നേരിട്ടുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ലോകത്ത് ഹരിത വിപ്ലവം വന്നത്. അപ്പൊ എന്താണ്? കാർഷികോൽപാദനത്തിൽ ഒരു കുതിച്ചുചാട്ടം ഉണ്ടാക്കാം എന്ന് കരുതി നമ്മൾ എന്ത് ചെയ്തു? നമ്മളും നമ്മുടെ രാജ്യത്തേക്ക് ഹരിത വിപ്ലവത്തെ സ്വീകരിക്കുന്നു. അപ്പൊ ഹരിത വിപ്ലവത്തെ സ്വീകരിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ നാട്ടിൽ ആ സമയത്ത് വളരെയധികം കാർഷികോൽപാദന ക്ഷമത കുറവായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ കാലഹരണപ്പെട്ട സാങ്കേതിക വിദ്യകളായിരുന്നു കാർഷിക രംഗത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ മഴയെ ആശ്രയിച്ചുകൊണ്ടുള്ള കൃഷി രീതികളായിരുന്നു നമ്മൾ അവലംബിച്ചിരുന്നത്. ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ നമ്മൾ പുതിയതായിട്ട് വന്ന ഹരിത വിപ്ലവത്തെ നമ്മൾ സ്വീകരിക്കുകയുണ്ടായി. ഇനി ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ കുറച്ച് ഫാക്ടുകൾ നമുക്ക് നോക്കാം. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവാണ് MS സ്വാമിനാഥൻ. ആരാണ്? MS സ്വാമിനാഥനാണ് ഹരിത വിപ്ലവത്തിന്റെ പിതാവ്. മങ്കൊമ്പ് സാംബശിവൻ സ്വാമിനാഥൻ എന്ന MS സ്വാമിനാഥനാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. അപ്പൊ അത് ശ്രദ്ധിക്കണം. ഹരിത വിപ്ലവത്തിന്റെ ക്വസ്റ്റ്യൻസ് വരുമ്പോ, സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുമ്പോ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന് കൊടുക്കാതെ ചില സമയത്ത് ഹരിത വിപ്ലവത്തിന്റെ പിതാവ് MS സ്വാമിനാഥൻ എന്ന് കൊടുക്കാറുണ്ട്. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാ? അത് നോർമൻ ഇ ബോർലോഗ് ആണ്. ഇന്ത്യൻ ഹരിത വിപ്ലവം എന്ന് വന്നു കഴിഞ്ഞാൽ അതാരാണ്? അത് MS സ്വാമിനാഥനാണ്. അദ്ദേഹം കുറച്ചു നാൾ മുൻപാണ് മരണമടഞ്ഞത്. 2023 സെപ്റ്റംബർ 28 അദ്ദേഹം മരണമടഞ്ഞു. സെപ്റ്റംബർ 28. അപ്പോ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് MS സ്വാമിനാഥൻ. ഇനി MS സ്വാമിനാഥൻ റിസർച്ച് സ്റ്റേഷൻ എവിടെയാണ്? MS സ്വാമിനാഥൻ റിസർച്ച് സ്റ്റേഷൻ എവിടെയാണ് സ്ഥിതി ചെയ്തിരിക്കുന്നത്? ചെന്നൈയിലാണ് MS സ്വാമിനാഥൻ റിസർച്ച് സ്റ്റേഷൻ സ്ഥിതി ചെയ്തിരിക്കുന്നത്. ഇനി നമ്മളുടെ MS സ്വാമിനാഥൻ വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള ഗോതമ്പിനമാണ് ഇത് ഷർബതി സോണോറ. ഏതാണ്? ഷർബതി സോണോറയാണ് MS സ്വാമിനാഥൻ വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള ഗോതമ്പിനം. ഏതാണ്? ഷർബതി സോണോറ. ഇത് MS സ്വാമിനാഥൻ വികസിപ്പിച്ചെടുത്തത് നോർമനി ബോർലോഗിന്റെ അദ്ദേഹം വികസിപ്പിച്ചെടുത്ത ഒരു ഹൈ yielding വെറൈറ്റി ആയിട്ടുള്ള സൊണോറ 64 നിന്നാണ് MS സ്വാമിനാഥൻ എന്ത് ഉൽപ്പാദിപ്പിച്ചെടുത്തത്? ഷർബതി സോണോറ ഉൽപ്പാദിപ്പിച്ചെടുത്തത്. അപ്പൊ എന്തൊക്കെ നമ്മൾ നോക്കി? ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവാണ് ആര്? MS സ്വാമിനാഥൻ. അദ്ദേഹം ഈ അടുത്താണ് മരണമടഞ്ഞത്, 2023 സെപ്റ്റംബർ 28. അദ്ദേഹം വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള ഗോതമ്പിനമാണ് ഇത് ഷർബതി സോണോറ. ഷർബതി സോണോറ അദ്ദേഹം വികസിപ്പിച്ചെടുത്തത് നോർമനി ബോർലോഗ് വികസിപ്പിച്ചെടുത്ത സൊണോറ 64 നിന്നാണ്. ഇനി ഹരിത വിപ്ലവ കാലത്ത്, ഇന്ത്യയിൽ ഹരിത വിപ്ലവം നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഉപയോഗിച്ച അത്യുൽപാദന ശേഷിയുള്ള കുറച്ച് ഗോതമ്പിനങ്ങളാണ് ഏതൊക്കെ? കല്യാൺ സോന, സൊണാലിക. എന്തൊക്കെയാണ് നമ്മൾ നോക്കിയത്?
MS സ്വാമിനാഥൻ വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള ഗോതമ്പിനമാണ് ശർബതി സൊണോറ. സൊണോറ 64 നിന്നാണ് അദ്ദേഹം അത് വികസിപ്പിച്ചെടുത്തത്. പിന്നെ ഹരിത വിപ്ലവ സമയത്ത് ഇന്ത്യയിൽ ഉപയോഗിച്ചിരുന്ന അത്യുൽപാദന ശേഷിയുള്ള ഗോതമ്പിനങ്ങളാണ് കല്യാൺ സോനയും സൊനാലിക്കയും. ഇനി ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഭവനം എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഭവനം, ഗ്രീൻ റവല്യൂഷന്റെ ഏഷ്യൻ ഭവനം എന്നറിയപ്പെടുന്നത്, ഏഷ്യൻ ഭവനം ഫിലിപ്പീൻസ് ആണ്. എന്താണ്? ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഭവനം എന്നറിയപ്പെടുന്ന രാജ്യം ഫിലിപ്പൈൻസ് ആണ്. ഇനി ഹരിത വിപ്ലവം ആരംഭിച്ച സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ഇന്ത്യൻ പ്രധാനമന്ത്രി, ഹരിത വിപ്ലവം ആരംഭിച്ച സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. ഹരിത വിപ്ലവം ആരംഭിച്ച സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. അതുപോലെ തന്നെ ഹരിത വിപ്ലവം ആരംഭിച്ച സമയത്തെ രാഷ്ട്രപതി ആരാണെന്ന് ചോദിച്ചാൽ സക്കീർ ഹുസൈൻ ആയിരുന്നു രാഷ്ട്രപതി. ഹരിത വിപ്ലവം ആരംഭിച്ച സമയത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി, രാഷ്ട്രപതി സക്കീർ ഹുസൈൻ. അതുപോലെ ആ സമയത്തെ കൃഷിമന്ത്രി, ആ സമയത്തെ ഇന്ത്യൻ കൃഷിമന്ത്രി ആരായിരുന്നു? സി സുബ്രഹ്മണ്യം. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത്? ഹരിത വിപ്ലവം ആരംഭിച്ച സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു. ഇന്ത്യൻ പ്രസിഡന്റ് സക്കീർ ഹുസൈൻ ആയിരുന്നു. കൃഷിമന്ത്രി, ഇന്ത്യയുടെ ആ സമയത്തെ കാർഷിക മന്ത്രി സി സുബ്രഹ്മണ്യം ആയിരുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇന്ത്യൻ ഹരിത വിപ്ലവമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കിയതാണ്. ആരാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ്? MS സ്വാമിനാഥൻ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൽ ഉപയോഗിച്ചു വന്ന കുറച്ച് ഗോതമ്പിനങ്ങളാണ് ഏതൊക്കെ? കല്യാൺ സോന, സൊനാലിക. ഇനി MS സ്വാമിനാഥൻ വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള ഗോതമ്പിനമാണ് ശർബതി സോണോറ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇന്ത്യൻ ഹരിത വിപ്ലവത്തെ കുറിച്ച് നമ്മൾ നോക്കി. ഇനി അടുത്തത് ഹരിത വിപ്ലവത്തിന്റെ പ്രത്യേകതകൾ. എന്തൊക്കെ പ്രത്യേകതകളാണ് ഹരിത വിപ്ലവത്തിന് ഉള്ളത്? എന്തൊക്കെ പ്രത്യേകതകളാണ് ഹരിത വിപ്ലവത്തിനുള്ളതെന്ന് നോക്കാം. അത്യുൽപാദന ശേഷിയുള്ള വിത്തുകളുടെ ഉപയോഗം, അതായത് ഹൈ ഈൽഡിങ് വെറൈറ്റി സീഡ്സുകളുടെ ഉപയോഗം. എന്താണ്? അത്യുൽപാദന ശേഷിയുള്ള വിത്തുകളായിരുന്നു എവിടെ ഉപയോഗിച്ചത്? ഹരിത വിപ്ലവത്തിന് ഉപയോഗിച്ചിരുന്നത്. സാധാരണ വിത്തിനങ്ങളല്ല, പകരം ഹൈ ഈൽഡിങ് വെറൈറ്റി വിത്തുകളായിരുന്നു ഉപയോഗിച്ചത്. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളാണ് ഹരിത വിപ്ലവത്തിന് ഉപയോഗിച്ചിരുന്നത്. അതുകൂടാതെ എന്തൊക്കെ ഉപയോഗിച്ചിരുന്നു? രാസവളങ്ങളും കീടനാശിനികളും ഹരിത വിപ്ലവത്തിനായി ഉപയോഗിച്ചിരുന്നു. അതുപോലെ തന്നെ നിലം ഉഴുതുമറിക്കാനും മറ്റും ഉപയോഗിച്ചിരുന്നത് ട്രാക്ടറുകളും, അതുപോലെ ജലസേചന സൗകര്യം എത്തിക്കാൻ വേണ്ടി പമ്പ് സെറ്റുകളും ഒക്കെ എവിടെ ഉപയോഗിക്കും? ഹരിത വിപ്ലവത്തിൽ ഉപയോഗിച്ചിരുന്നു. അപ്പൊ ഹരിത വിപ്ലവത്തിൽ ഉപയോഗിച്ച സാധാരണ ഇനം വിത്തുകളല്ല, മറിച്ച് അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളാണ് ഹരിത വിപ്ലവത്തിൽ ഉപയോഗിച്ചിരുന്നത്. അത് കൂടാതെ എന്താണ്? രാസവളങ്ങളും കീടനാശിനികളും, കാർഷികോൽപാദനം കൂടാനായിട്ട് രാസവളങ്ങളും കീടനാശിനികളും ഹരിത വിപ്ലവത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രാക്ടറുകൾ, നിലം ഉഴുതുമറിക്കാൻ ട്രാക്ടറുകളും ജലം എത്രയും വേഗത്തിൽ കൃത്യതയോടെ പാടങ്ങളിലേക്കും മറ്റ് കൃഷിസ്ഥലങ്ങളിലേക്കും എത്തിക്കാൻ വേണ്ടി പമ്പ് സെറ്റുകളും ഒക്കെ ഉപയോഗിച്ചിരുന്നു. നല്ല രീതിയിലുള്ള ജലസേചന സൗകര്യം. ഇനി ഇത്രയും വലിയ പുതിയ പുതിയ സാങ്കേതിക വിദ്യകൾ നമ്മൾ എടുക്കുകയാണ്. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ വാങ്ങാനാണെങ്കിലും, അതുപോലെ രാസവളങ്ങളും കീടനാശിനികളും ട്രാക്ടറും പമ്പ് സെറ്റും, ഈ കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് ഉപയോഗിക്കണമെങ്കിൽ പണച്ചിലവുള്ള കാര്യമാണ്. അപ്പൊ ഇതിലേക്കായിട്ട് എന്താണ്? കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ കൂടി ലഭ്യമാക്കുന്നുണ്ടായിരുന്നു കർഷകർക്ക്. എന്താണ്? കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ കൂടി ലഭ്യമാക്കുന്നുണ്ടായിരുന്നു കർഷകർക്ക്. ഹരിത വിപ്ലവം എല്ലാവരിലേക്കും എത്തിക്കാനായിട്ട് ഇന്ത്യയില് കർഷകർക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ കൂടി ലഭ്യമാക്കുന്നുണ്ടായിരുന്നു. ഹരിത വിപ്ലവത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഹരിത വിപ്ലവത്തിൽ ഉപയോഗിച്ചിരുന്നത്? അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങളും കീടനാശിനികളും, പിന്നെ നിലം ഉഴുതുമറിക്കാൻ ട്രാക്ടറുകൾ, അതുപോലെ ജലസേചന സൗകര്യം എത്തിക്കാനായിട്ട് പമ്പ് സെറ്റിന്റെ ഉപയോഗം, നല്ല രീതിയിലുള്ള ജലസേചന സൗകര്യങ്ങൾ, വർദ്ധിച്ച ജലസേചന സൗകര്യങ്ങൾ, അതുപോലെ ഹരിത വിപ്ലവം എല്ലാ കർഷകരിലേക്കും എത്താൻ വേണ്ടി വായ്പാ സൗകര്യം കൂടി
ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത്, ഹരിത വിപ്ലവം നമ്മുടെ നാട്ടിൽ നടന്നത് ഒറ്റ സ്ട്രെച്ചിലല്ല നടന്നത്, 2 ഘട്ടങ്ങളായിട്ടാണ് ഹരിത വിപ്ലവം നമ്മുടെ നാട്ടിൽ ഇംപ്ലിമെന്റ് ചെയ്തത്. അതായത് അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളും മറ്റ് ആധുനിക സൗകര്യങ്ങളും എല്ലാം കാർഷിക രംഗത്ത് ഉപയോഗിച്ചത് ഒറ്റയൊരടിക്കല്ല, പകരം എന്താണ് 2 ഘട്ടങ്ങളായിട്ടാണ് ഈ ഹരിത വിപ്ലവം നമ്മുടെ നാട്ടിൽ ഇംപ്ലിമെന്റ് ചെയ്തത്. അപ്പോ 1ാം ഘട്ടം എന്നാണ് ആരംഭിച്ചതെന്ന് നോക്കാം. 1960കളുടെ പകുതി മുതൽ 1970കളുടെ പകുതി വരെ ആയിരുന്നു 1ാം ഘട്ടം. ഹരിത വിപ്ലവത്തിന്റെ 1ാം ഘട്ടം എന്ന് തൊട്ട് എന്ന് വരെയായിരുന്നു? 1960കളുടെ പകുതി മുതൽ 1970കളുടെ പകുതി വരെയായിരുന്നു ഹരിത വിപ്ലവത്തിന്റെ 1ാം ഘട്ടം ഇന്ത്യയിൽ നടന്നത്. അതായത് 1965 മുതൽ 75 വരെ. അതാണ് 1960കളുടെ പകുതി മുതൽ 70കളുടെ പകുതി വരെ എന്ന് പറഞ്ഞത്. 1965 മുതൽ 75 വരെ. ഈ 1ാം ഘട്ടത്തിന്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഹരിത വിപ്ലവം നമ്മുടെ നാട്ടിൽ നടപ്പാക്കിയത് 2 ഘട്ടങ്ങളായിട്ടാണ്. അതിലെ 1ാം ഘട്ടം 1960കളുടെ പകുതി മുതൽ 70കളുടെ പകുതി വരെ, അതായത് 1965 മുതൽ 75 വരെ എന്ന് പറയാം. അത് കുറച്ച് സംസ്ഥാനങ്ങളിൽ മാത്രം ഒതുങ്ങിപ്പോയി. ഇന്ത്യ മുഴുവൻ ഹരിത വിപ്ലവം വ്യാപിച്ചിട്ടില്ല 1ാം ഘട്ടത്തിൽ. അത് കുറച്ച് സംസ്ഥാനങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നു. ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് 1ാം ഘട്ടത്തിൽ ഹരിത വിപ്ലവം ഒതുങ്ങിപ്പോയത്? പഞ്ചാബ്, ഹരിയാന, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്. ഈ സംസ്ഥാനങ്ങളിൽ മാത്രമായിട്ട് ഒതുങ്ങിപ്പോയി 1ാം ഘട്ടത്തിൽ ഹരിത വിപ്ലവം. അപ്പൊ 1ാം ഘട്ടത്തിൽ ഹരിത വിപ്ലവം പഞ്ചാബ്, ഹരിയാന, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്ടിൽ മാത്രം ഒതുങ്ങിപ്പോയി. അത് മാത്രമല്ല, 1ാം ഘട്ടത്തില് ഗോതമ്പ് മാത്രമായിരുന്നു, കൂടുതലും ഗോതമ്പിന്റെ ഉൽപാദനത്തിലാണ് വർധനവുണ്ടായത്. അപ്പൊ ഇത് കാർഷികോൽപാദനത്തിൽ മൊത്തത്തിൽ ഒരു കുതിച്ചുചാട്ടം ഉണ്ടാക്കുന്നതാണ് ഹരിത വിപ്ലവം. പക്ഷെ ഇന്ത്യയിൽ ഹരിത വിപ്ലവം നടപ്പിലാക്കിയപ്പോൾ 1ാം ഘട്ടത്തിൽ ഗോതമ്പിന് മാത്രമാണ് ഉൽപാദനത്തിൽ വർധന ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഹരിത വിപ്ലവത്തിന്റെ 1ാം ഘട്ടത്തെ എങ്ങനെയും വിളിക്കാറുണ്ട്? ഗോതമ്പ് വിപ്ലവം എന്നുകൂടി വിളിക്കാറുണ്ട്. അപ്പൊ എന്താണ്, നമ്മുടെ നാട്ടില് ഇന്ത്യയില് ഹരിത വിപ്ലവം നടപ്പിലാക്കിയപ്പോൾ അതിന്റെ 1ാം ഘട്ടത്തിൽ ഗോതമ്പിന്റെ ഉൽപാദനത്തിൽ മാത്രമായിരുന്നു കൂടുതലായിട്ട് വർധന ഉണ്ടായത്. അതുകൊണ്ട് ഹരിത വിപ്ലവത്തിന്റെ 1ാം ഘട്ടത്തെ ഗോതമ്പ് വിപ്ലവം എന്നും വിളിക്കാറുണ്ട്. ഇനി ഹരിത വിപ്ലവത്തിന്റെ 2ാം ഘട്ടം നോക്കാം. ഹരിത വിപ്ലവത്തിന്റെ 2ാം ഘട്ടം 1970കളുടെ പകുതി മുതൽ 1980കളുടെ പകുതി വരെയായിരുന്നു ഹരിത വിപ്ലവത്തിന്റെ 2ാം ഘട്ടം. അതായത് 1975 മുതൽ 85 വരെ. 1970കളുടെ പകുതി മുതൽ 1980കളുടെ പകുതി വരെയായിരുന്നു ഹരിത വിപ്ലവത്തിന്റെ 2ാം ഘട്ടം. അതായത് 1975 മുതൽ 85 വരെ. ഈ 2ാം ഘട്ടത്തിൽ എന്ത് സംഭവിച്ചു? ആദ്യ ഘട്ടത്തിൽ കുറച്ച് സംസ്ഥാനങ്ങളിൽ മാത്രം ഒതുങ്ങിപ്പോയിരുന്ന ഹരിത വിപ്ലവം നമ്മുടെ മിക്ക സംസ്ഥാനങ്ങളിലേക്കും, കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് ഈ ഒരു ഹരിത വിപ്ലവം വ്യാപിച്ചു. അപ്പൊ 2ാം ഘട്ടത്തിൽ എന്ത് സംഭവിച്ചു? ഹരിത വിപ്ലവം കൂടുതൽ വ്യാപിച്ചു. അതുപോലെ തന്നെ ഗോതമ്പിൽ മാത്രമല്ലാതെ മറ്റു വിളകളിലേക്കും എന്താണ് ശ്രദ്ധ തിരിഞ്ഞു. ഇപ്പൊ 2ാം ഘട്ടത്തിൽ കൂടുതൽ സംസ്ഥാനങ്ങളിലേക്കും മറ്റു വിളകളിലേക്കും ഒക്കെ ഹരിത വിപ്ലവം വ്യാപിച്ചു. അപ്പൊ എന്താണ്, ഹരിത വിപ്ലവത്തിന് 2 ഘട്ടങ്ങളുണ്ട്. നമ്മൾ നോക്കി. 1ാം ഘട്ടം 1960കളുടെ പകുതി മുതൽ 1970കളുടെ പകുതി വരെയായിരുന്നു. അതായത് 1965 മുതൽ 75 വരെ. കുറച്ച് സംസ്ഥാനങ്ങൾ മാത്രമായിട്ട് 1ാം ഘട്ടം ഒതുങ്ങിപ്പോയി. മാത്രമല്ല ഗോതമ്പിൽ മാത്രമായിരുന്നു 1ാം ഘട്ടത്തിൽ ഉൽപാദനത്തിൽ വർധന ഉണ്ടായത്. അതുകൊണ്ട് അത് ഗോതമ്പ് വിപ്ലവം എന്നും അറിയപ്പെടുന്നു. ഹരിത വിപ്ലവത്തിന്റെ 2ാം ഘട്ടം നടക്കുന്നത് 1970കളുടെ പകുതി മുതൽ 80കളുടെ പകുതി വരെയാണ്. അപ്പൊ കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് ഹരിത വിപ്ലവം വ്യാപിച്ചു. ഇതൊക്കെ ക്വസ്റ്റ്യൻ ആയിട്ട്, സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഹരിത വിപ്ലവത്തിന്റെ 1ാം ഘട്ടവും 2ാം ഘട്ടവും ഒക്കെ. അതുപോലെ ഗോതമ്പിന്റെ ഉൽപാദനത്തിലാണ് വർധന ഉണ്ടായത്. അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇനി ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങൾ. അപ്പൊ നമ്മൾ പറഞ്ഞു ഹരിത വിപ്ലവം എന്താണ്? കാർഷിക രംഗത്ത് ഉൽപാദനം കൂട്ടുകയാണ്. അപ്പോ നമുക്ക് ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. ചുമ്മാ ഒരു എക്സാമ്പിൾ ആണ് പറയുന്നത്. ഒരു സ്ഥലത്ത്
എ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് 100 കിലോ അരി മാത്രമായിരുന്നു ഉൽപ്പാദിപ്പിച്ചിരുന്നതെന്ന് വിചാരിക്കാം. എന്താണ്? എ എന്ന് പറയുന്ന സ്ഥലത്ത് 100 കിലോ അരി മാത്രമായിരുന്നു ഉൽപ്പാദിപ്പിച്ചിരുന്നത് ഹരിത വിപ്ലവത്തിന് മുൻപ്. അതിനുശേഷം എന്ത് വന്നു? ഹരിത വിപ്ലവം വന്നു. ഹരിത വിപ്ലവം വന്നപ്പോ ഇവിടിപ്പോ 300 കിലോ അരി ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. എന്താണ്? ഹരിത വിപ്ലവം വരുന്നതിന് മുൻപ് എ എന്ന് പറയുന്ന സ്ഥലത്ത് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്ന അരി എന്ന് പറയുന്നത് 100 കിലോ അരിയായിരുന്നു. ഇനി എ എന്ന് പറയുന്ന സ്ഥലത്ത് ആവശ്യമുള്ള അരി എന്ന് പറയുന്നത് 150 കിലോ അരിയാണ് ആ നാട്ടിലുള്ള എ എന്ന് പറയുന്ന നാട്ടിലുള്ള ആൾക്കാരുടെ ആവശ്യങ്ങൾക്കായിട്ട് വേണ്ടത് 150 കിലോ അരിയായിരുന്നു. പക്ഷെ അവിടെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്നത് എത്രയാണ്? 100 കിലോ അരി മാത്രമേ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നുള്ളായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഹരിത വിപ്ലവം വന്നത്. ഈ നാട്ടിലെ എ എന്ന് പറയുന്ന നാട്ടിലെ എല്ലാ ആൾക്കാരും, എല്ലാ കർഷകരും ഹരിത വിപ്ലവം നടപ്പിലാക്കി. അതിനുശേഷം അവരുടെ നാട്ടില് ഉൽപ്പാദിപ്പിക്കുന്ന എത്രയാണ്? 300 കിലോ അരിയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. എത്ര കിലോ അരിയാണ്? 300 കിലോ അരി ഉൽപ്പാദിപ്പിക്കുന്നത്. പക്ഷെ അവർക്ക് എത്ര ആവശ്യമുള്ളൂ? 150 കിലോയെ ആവശ്യമുള്ളൂ. അത് വെച്ചിട്ട് നമുക്ക് ബാക്കി പോയിന്റുകൾ പഠിക്കാം. അപ്പൊ നേരത്തെ 100 കിലോ മാത്രം ഉൽപ്പാദിപ്പിച്ചിരുന്ന സമയത്ത് ഇവര് ബാക്കി 50 കിലോ അരി എന്തായാലും വേണം അല്ലെ, എന്നാലേ ചോറുണ്ണാൻ പറ്റത്തുള്ളൂ. അപ്പൊ എന്താണ്? 100 കിലോ മാത്രം ഉൽപ്പാദിപ്പിച്ചിരുന്ന സമയത്ത് ഈ എ എന്ന് പറയുന്ന സ്ഥലത്തുള്ളവര് ബി എന്ന് പറയുന്ന സ്ഥലത്തുള്ളവരുടെ കയ്യിൽ നിന്നായിരുന്നു അവർക്ക് വേണ്ട ബാക്കി 50 കിലോ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ കഥ മനസ്സിലായോ? എ എന്ന് പറയുന്ന സ്ഥലത്ത് ആകെപ്പാട് 100 കിലോ അരിയെ ഉണ്ടാക്കുന്നുള്ളായിരുന്നു. അവർക്ക് വേണ്ടത് 150 കിലോ ആയിരുന്നു. ബാക്കി 50 കിലോ അവര് വേറെ ഒരു നാട്ടിൽ നിന്നാണ് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്താണ് ഹരിത വിപ്ലവം വരുന്നത്. ഹരിത വിപ്ലവം വന്നതിന് ശേഷം 150 കിലോ അരി വേണ്ടെടുത്തിപ്പോ 300 കിലോ അരിയാണ് അവര് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോ നമുക്ക് ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങൾ ഇനി നോക്കാം. ഒന്നെന്താണ്? നമ്മുടെ എ എന്ന് പറയുന്ന നമ്മള് കണ്ട നാട് എന്താണ്? ഇപ്പൊ സ്വയം പര്യാപ്തരായി. അതായത് അവർക്ക് അവരുടെ തന്നെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള അരി ഇപ്പൊ അവരുടെ കയ്യിലുണ്ട്. അപ്പൊ അവരാരായി? സ്വയം പര്യാപ്തരായി. അവർക്ക് അവരുടെ കാര്യം താനെ ചെയ്യാനുള്ള പ്രാപ്തിയായി. അവർക്ക് വേണ്ട അരി അവര് തന്നെ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നു. സ്വയം പര്യാപ്തത വന്നു. ഇനി ഇറക്കുമതിയിലും ഭക്ഷ്യ സഹായത്തിലുമുള്ള ആശ്രയത്വം കുറഞ്ഞു. അപ്പൊ ഇവര് നമ്മുടെ എ എന്ന് പറയുന്ന നാട് ആരെ ആശ്രയിച്ചായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്? ബി എന്ന് പറയുന്ന നാട് 50 കിലോ അരി കൊടുത്തില്ലെങ്കിൽ ഇവരുടെ കാര്യം കഷ്ടത്തിലായിരുന്നു. പക്ഷേ ഇപ്പൊ എന്താണ്? ഹരിത വിപ്ലവം വന്നതിന് ശേഷം മറ്റുള്ള രാജ്യങ്ങളിലേക്ക് ഉള്ള ആശ്രയത്വം കുറഞ്ഞു. അതായത് ഭക്ഷണം ഇറക്കുമതി ചെയ്യാനും ഭക്ഷണം സഹായമായിട്ട് കിട്ടാനും ഒക്കെ മറ്റുള്ള രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നില്ല. ഇനി അടുത്ത കാര്യം, വിപണന മിച്ചം. നോക്കിക്കേ, നമ്മുടെ കഥയില് എ എന്ന് പറയുന്ന സ്ഥലത്ത് ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്നത് 300 കിലോ അരിയാണ്. അവർക്ക് വേണ്ടത് എത്ര കിലോ അരി മാത്രമാ? 150 കിലോ അരി മതി. ബാക്കി 150 കിലോ അരി അവർക്ക് എന്താണ്? മിച്ചമാണ് അല്ലെ? അവര് ആഹാരം കഴിച്ചു കഴിഞ്ഞ് പിന്നെയുണ്ട് ബാക്കി 150 കിലോ കൂടി. 300 കിലോയില് അവരുപയോഗിച്ചതിന് ശേഷം ബാക്കി വീണ്ടും ഉണ്ട് 150 കിലോ. അതവർക്ക് എന്ത് ചെയ്യാം? അവരുടെ സ്വന്തം ആവശ്യം കഴിഞ്ഞ് ബാക്കിയുള്ള ഭക്ഷ്യധാന്യം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൊണ്ടുപോയി വിൽക്കാൻ കഴിയും. അപ്പൊ ഒരു കർഷകനെ വെച്ച് ചിന്തിക്കുകയാണെങ്കിൽ ആ കർഷകൻ അയാളുടെ പാടത്ത് കൃഷി ചെയ്തുണ്ടാക്കുന്ന സാധനങ്ങളിൽ അയാൾ ഉപയോഗിച്ചതിന് ശേഷം ബാക്കി എത്ര വരുന്നോ അത്രയും അയാൾക്ക് എവിടെ കൊണ്ട് വിൽക്കാൻ സാധിക്കുന്നു? അയാൾക്ക് മാർക്കറ്റിൽ കൊണ്ട് വിൽക്കാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ കാർഷിക മേഖലയിൽ നിന്ന് കർഷകന് ഇങ്ങനെ വിപണിയിൽ കൊണ്ടുപോയി ബാക്കി സാധനം വിൽക്കുന്നത് വഴി കിട്ടുന്ന ലാഭത്തിനെയാണ് എന്തെന്ന് പറയുന്നത്? വിപണന മിച്ചം. അതായത് കർഷകൻ അവരുടെ ആവശ്യം കഴിഞ്ഞ് ബാക്കി കൊണ്ട് മാർക്കറ്റിൽ വിൽക്കുന്ന അതിനെയാണ് എന്തെന്ന് പറയുന്നത്? വിപണന മിച്ചം. ഇനി അതുപോലെ എന്താണ്? ആവശ്യത്തിൽ കൂടുതൽ അവിടെ സാധനം വരികയാണ്. ആവശ്യത്തിൽ കൂടുതൽ സാധനം വരികയാണ്. നമ്മുടെ നാട്ടിൽ തന്നെ ഇത്രയും അരി ഉൽപ്പാദിപ്പിക്കുകയാണ്. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? സ്വാഭാവികമായിട്ടും ആ ഒരു വസ്തുവിന്റെ വില കുറയും. ഇപ്പൊ എന്താണ്? നേരത്തെ നമ്മൾ മറ്റൊരു സ്ഥലത്തെ ആശ്രയിച്ചൊക്കെ ഭക്ഷണം മേടിക്കേണ്ടി വരുമ്പോ അവിടെ വില കുറച്ച് കൂടുതലായിരിക്കും. പക്ഷെ നമ്മുടെ നാട്ടിൽ തന്നെ ഇത്രയധികം ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുമ്പോ എന്ത് സംഭവിക്കും? വില കുറയും. അങ്ങനെ ഭക്ഷ്യധാന്യങ്ങൾക്ക് വില കുറയുകയാണെങ്കിൽ ആർക്കാണ് അതുകൊണ്ട് നേട്ടം ഉണ്ടാകുന്നത്? താഴ്ന്ന വരുമാനക്കാർക്ക് പോലും
എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഗുണകരമായി വരും. താഴ്ന്ന വരുമാനക്കാർക്ക് പോലും ഇത് ഗുണകരമായി വരും. ഇനി ഇതൊന്നും കൂടാതെ എന്താണ്, നാളെ ഒരു ക്ഷാമം വരികയാണെങ്കിൽ അത് നേരിടാനായിട്ട്, ഭക്ഷ്യ ദൗർലഭ്യം നേരിട്ടാൽ ഉപയോഗിക്കാനായിട്ട് കരുതൽ ശേഖരം കൂടി സൂക്ഷിക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മള് രാജ്യത്തിന്റെ ടേംസിൽ പറയുമ്പോ എന്താണ്, ഗവൺമെന്റിന് കരുതൽ ശേഖരം സൂക്ഷിക്കാനായിട്ട് കഴിയും. അപ്പൊ എന്താണ്, ഗവൺമെന്റിന് കരുതൽ ശേഖരം സൂക്ഷിക്കാൻ കഴിയും. അപ്പൊ ഇത്രയാണ് ഭക്ഷ്യോൽപാദന രംഗത്ത് കുതിച്ചുചാട്ടം ഉണ്ടാകുമ്പോൾ, കാർഷികോൽപാദന രംഗത്ത് കുതിച്ചുചാട്ടം ഉണ്ടാകുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ആ ഒരു രാജ്യം കൂടുതലായിട്ട് ഭക്ഷ്യധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു. അതുകൊണ്ട് അവർക്ക് എന്ത് പറ്റും? അവരുടെ ആവശ്യങ്ങൾക്ക് അവർക്ക് തന്നെ എന്താണ്, ഭക്ഷ്യധാന്യം ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ കഴിയും. അതാണ് അവർക്ക് സ്വയം പര്യാപ്തത വരും. ഹരിത വിപ്ലവം വരുന്നതിന് മുൻപ് തന്നെ മറ്റ് രാജ്യങ്ങളെ ആശ്രയിച്ചിരുന്ന രാജ്യങ്ങൾക്ക് എന്ത് സംഭവിക്കുകയാണ്? അവർക്ക് ആവശ്യമുള്ളത് അവര് തന്നെ ഇപ്പോൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പൊ അവർക്ക് എന്താണ്, മറ്റുള്ള രാജ്യങ്ങളുടെ മേലുള്ള ഡിപ്പെൻഡൻസ് കുറയുന്നു, ആശ്രയത്വം കുറയുന്നു. അതുപോലെ തന്നെ സ്വന്തം ആവശ്യങ്ങൾക്ക് ശേഷം ബാക്കി വരുന്ന കാർഷികോൽപാദനം എന്ത് ചെയ്യാൻ പറ്റും? വിപണിയിൽ കൊണ്ട് വിൽക്കാൻ പറ്റും. അതുവഴി എന്തുണ്ടാകുന്നു? വിപണന മിച്ചം സൃഷ്ടിക്കാൻ സാധിക്കുന്നു. ഇനി നമ്മുടെ രാജ്യത്ത് തന്നെ ആവശ്യത്തിന് ഭക്ഷ്യധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും അതിന്റെ വില കുറയുന്നു. അത് താഴ്ന്ന വരുമാനക്കാർക്ക് വളരെയധികം ഗുണകരമാകും. ഇനി ഇതൊന്നും കൂടാതെ നമ്മുടെ രാജ്യത്ത് കൂടുതലായിട്ട് ഭക്ഷ്യധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ അതിന്റെ ഒരു പങ്ക് എന്താണ്, ഭാവിയിൽ എന്തെങ്കിലും തരത്തിൽ ഭക്ഷ്യദൗർലഭ്യം നേരിട്ടാൽ അവിടെ ഉപയോഗിക്കാനായിട്ട് കരുതൽ ശേഖരമായിട്ട് സൂക്ഷിക്കുകയും ചെയ്യാം. അടുത്ത് നമ്മൾ നോക്കുന്നത് ഹരിത വിപ്ലവത്തിന്റെ ദോഷങ്ങൾ. നമ്മള് ഒരു നാണയം എടുക്കുമ്പോൾ അതിന് രണ്ട് വശങ്ങളുണ്ട്. ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങൾ നമ്മൾ പറഞ്ഞപ്പോ എന്തെങ്കിലുമൊക്കെ ദോഷവശങ്ങൾ അതിന് ഉണ്ടാവും. അപ്പൊ ഹരിത വിപ്ലവത്തിന്റെ ദോഷങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങൾ ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. പുതിയതായിട്ട് ഒരു ഐഡിയ നമ്മൾ സമൂഹത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഇപ്പൊ ഹരിത വിപ്ലവം പറയാണ്, നിങ്ങൾ ഈ അത്യുൽപാദന ശേഷിയുള്ള വില കൂടിയ വിത്തിനങ്ങൾ വാങ്ങിക്കൂ. അതുപോലെ നിങ്ങൾ ഇതുവരെ ഉപയോഗിക്കാതിരുന്ന കുറച്ചധികം ട്രാക്ടറും പമ്പ് സെറ്റും അതുപോലെ തന്നെ രാസവളവും കീടനാശിനിയും ഒക്കെ നിങ്ങൾ പൈസ കൊടുത്ത് മേടിച്ചേ. എന്നിട്ട് അതെല്ലാം നിങ്ങൾ നിങ്ങളുടെ പാടത്ത് ഉപയോഗിച്ച് നിങ്ങൾ കൃഷി ചെയ്ത് നോക്കൂ. അവസാനം നിങ്ങൾക്ക് കൂടുതൽ വിളവ് കിട്ടും എന്ന് നിങ്ങളുടെ അടുത്ത് കൃഷി ചെയ്യുന്ന ആൾക്കാരോട് വന്ന് പറയുകയാണ്. അപ്പൊ ആദ്യം എന്തായിരിക്കും? ആദ്യം അവർക്ക് ഇത്രയധികം പൈസയാകും വിത്തിനങ്ങൾ വാങ്ങാനും മറ്റ് പുതിയ സാങ്കേതിക വിദ്യകൾ അവരുടെ പാടത്തേക്ക് കൊണ്ടുവരാനും ഒക്കെ ധാരാളമായിട്ട് പൈസ ആവശ്യമായിട്ട് വരും. മാത്രമല്ല ഇത് നേരത്തെ ആരും നടത്തി ഇത് എങ്ങനെ ഇത് സക്സസ് ആകുമോ അങ്ങനെയുള്ള കാര്യവും സാധാരണ കർഷകർക്ക് അറിയത്തില്ല. അപ്പൊ ഇത്രയധികം പണം അതിലേക്ക് മുതൽ മുടക്കാൻ പാവപ്പെട്ട കർഷകർക്ക് സാധിക്കണമെന്നില്ല, അല്ലെ? അപ്പൊ പാവപ്പെട്ട കർഷകർക്ക് ഇത്രയധികം പൈസ മുടക്കി അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളും അവരുടെ പാടത്തേക്ക് വേണ്ട ജലസേചന സൗകര്യം ഒരുക്കാൻ പമ്പ് സെറ്റും പാടം ഉഴുതുമറിക്കാനായിട്ട് ട്രാക്ടറുകളും ഒന്നും വാങ്ങിക്കാനോ ഉപയോഗിക്കാനോ അവരുടെ കയ്യിൽ അത്രയും പൈസ ഉണ്ടാവില്ല. അപ്പൊ അവര് സ്വാഭാവികമായിട്ട് അത് ചെയ്യാൻ മടിക്കും. എന്നാൽ കയ്യിൽ നന്നായിട്ട് പൈസയുള്ള കർഷകർ എന്താണ്, അവർക്ക് ഇത് വാങ്ങിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. അവരിത് വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കും. അപ്പൊ എന്ത് സംഭവിക്കും? അവരിത് ഉപയോഗിച്ച് നോക്കും. സാധാരണ കർഷകർ ഇപ്പോഴും കാലഹരണപ്പെട്ട പഴയ മെത്തേഡ്സ് ഒക്കെ തന്നെ ഉപയോഗിച്ച് കൃഷി ചെയ്യും. പണം അധികമായിട്ട് കയ്യിലുള്ളവരെന്ത് ചെയ്യും? അവര് ഇതെല്ലാം പുതിയ ടെക്നോളജി ഒക്കെ വാങ്ങിച്ച് ഹരിത വിപ്ലവത്തിന്റെ രീതിയിലൂടെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളും മറ്റ് സൗകര്യങ്ങളും ഒക്കെ ഉപയോഗിച്ച് കൃഷി ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവർക്ക് വീണ്ടും കാർഷികോൽപാദനം കൂടുന്നു. അതുവഴി അവർക്ക് വീണ്ടും അവരുടെ കയ്യിൽ ധാരാളമായിട്ട് പണം എത്തും. അതായത് ഹരിത വിപ്ലവം വഴി കർഷകർക്കിടയിലെ അന്തരം വർദ്ധിച്ചു. അതായത് പാവപ്പെട്ടവരും പണക്കാരനും, അതായത് കുറച്ച് വൻകിട കർഷകരും, പണക്കാരൻ എന്ന് പറയാൻ സാധിക്കില്ല, വൻകിട കർഷകരും ചെറുകിട കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു. അപ്പൊ എന്താണ്? ഇത്രയും വലിയ ചിലവ് വഹിക്കാൻ പാവപ്പെട്ട കർഷകരും ചെറുകിട കർഷകരും
വൻകിട കർഷകരും തമ്മിലുള്ള അന്തരം എന്താണ്? വർദ്ധിക്കുകയാണ്. കാരണം എന്താണ്? ആർക്കാണ് ഇതിന്റെ ചെലവ് വഹിക്കാൻ സാധിക്കുന്നത്? വൻകിട കർഷകർക്ക് മാത്രമേ പുതിയതായിട്ട് വന്ന ഈ കാര്യങ്ങളുടെ ഒക്കെ ചെലവ് വഹിക്കാനായിട്ട് സാധിച്ചിരുന്നുള്ളൂ. അപ്പൊ അവര് ഈ ചെലവൊക്കെ വഹിച്ച് പുതിയ സാങ്കേതിക വിദ്യകളൊക്കെ അവരുടെ പാടത്ത് ഇംപ്ലിമെന്റ് ചെയ്ത് അവര് നല്ല രീതിയിൽ കാർഷികോൽപാദനത്തിൽ വർധനവുണ്ടാക്കി. അതുവഴി അവരെന്താണ്? വീണ്ടും പണം ഉണ്ടാക്കുന്നു. അപ്പൊ ഇത് ചെറുകിട കർഷകരും വൻകിട കർഷകരും തമ്മിലുള്ള അന്തരം കൂട്ടുന്നു. അടുത്ത എന്താണ്? നമ്മൾ പണ്ട് തൊട്ട് നമ്മുടെ നാട്ടിൽ ഉപയോഗിച്ച് വന്നിരുന്ന നാടൻ വിത്തിനങ്ങൾക്ക് എന്താണ്? ഉൽപാദന ശേഷി അല്പം കുറവായിരുന്നെങ്കിലും അവർക്ക് കീടാക്രമണം ഒക്കെ ഉണ്ടാവുന്നത് വളരെ വളരെ കുറവായിരുന്നു. കീടാക്രമണ സാധ്യതയൊക്കെ വളരെ കുറവായിരുന്നു സാധാരണ നമ്മുടെ നാട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വിത്തിനങ്ങൾക്ക്. അപ്പോഴാണ് ഹരിത വിപ്ലവത്തിലൂടെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നത്. അത്തരം വിത്തിനങ്ങൾക്ക് കീടാക്രമണ സാധ്യത കൂടുതലായിരുന്നു. അത്തരം വിത്തിനങ്ങളെ കീടങ്ങൾ ആക്രമിക്കാനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ എന്താണ്? കീടങ്ങളുടെ ആക്രമണം തടയാനായിട്ട് കീടനാശിനികൾ ഉപയോഗിക്കേണ്ടി വരുന്നു. പിന്നെന്താണ്? അടുത്ത മറ്റൊരു കാര്യം, ഇതൊരു ദോഷവശമാണ്. പണ്ട് നമ്മൾ ഉപയോഗിച്ചിരുന്ന നാടൻ വിത്തിനങ്ങൾക്ക് കീടാക്രമണ സാധ്യതയൊക്കെ വളരെ കുറവായിരുന്നു. പക്ഷെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾക്ക് കീടാക്രമണ സാധ്യത കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി എന്തുപയോഗിക്കണമായിരുന്നു? കീടനാശിനികളും മറ്റും ഉപയോഗിക്കണമായിരുന്നു. മറ്റൊരു കാര്യം നമ്മൾ പറഞ്ഞു, ഹരിത വിപ്ലവത്തിന്റെ നേട്ടത്തിൽ നമ്മൾ പറഞ്ഞായിരുന്നു ജലസേചന സൗകര്യങ്ങളൊക്കെ നല്ല വർദ്ധിച്ചു. ഹരിത വിപ്ലവത്തിന്റെ പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞു. ജലസേചന സൗകര്യമൊക്കെ വളരെയധികം വർദ്ധിച്ചു ഹരിത വിപ്ലവത്തിൽ നിന്ന്. അപ്പൊ ഇങ്ങനെ ജലത്തിന്റെ അളവ്, ജലസേചന സൗകര്യങ്ങൾ അമിതമായി ഉപയോഗിച്ചത് മൂലം ഭൂഗർഭ ജലത്തിന്റെ അളവ് കുറയുകയും ചെയ്തു. എന്താണ്? ജലത്തിന്റെ അളവ്, ഭൂഗർഭ ജലത്തിന്റെ അളവ് കുറയാൻ ഇടയാക്കി. ഹരിത വിപ്ലവത്തിന്റെ ദോഷവശമാണിത്. എന്താണ്? ധാരാളമായിട്ട് ജലസേചന സൗകര്യങ്ങൾ ഉപയോഗിച്ചത് വഴി ഭൂഗർഭ ജലത്തിന്റെ അളവ് കുറയുകയുണ്ടായി. ഇനി രാസവളങ്ങളും കീടനാശിനികളും ഒക്കെ ഉപയോഗിക്കുന്നത് വഴി, രാസവളം, കീടനാശിനി ഇതൊക്കെ ഉപയോഗിക്കുന്നത് വഴി മണ്ണിന്റെ സ്വാഭാവിക ഘടനയും ഇത് ദോഷകരമായിട്ട് ബാധിച്ചു. അപ്പൊ എന്താണ്? മണ്ണിനെ ബാധിച്ചു. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ഹരിത വിപ്ലവത്തിന്റെ ദോഷവശങ്ങൾ? വൻകിട കർഷകരും ചെറുകിട കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു. കാരണം വൻകിട കർഷകർക്ക് മാത്രമേ ഇതൊക്കെ എന്താണ്? ഇത്തരം പുത്തൻ സാങ്കേതിക വിദ്യകളൊക്കെ അവർക്ക് മാത്രമേ അതിന്റെ ചിലവ് വഹിക്കാൻ സാധിച്ചിരുന്നുള്ളൂ. അപ്പൊ അത് കാരണം കൊണ്ട് വൻകിട കർഷകരും ചെറുകിട കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു. അതുപോലെ തന്നെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾക്ക് എന്തായിരുന്നു? കീടാക്രമണ സാധ്യത വളരെ കൂടുതലായിരുന്നു. അപ്പൊ അതിനുവേണ്ടി കീടനാശിനികളും മറ്റും ഉപയോഗിക്കേണ്ടി വരുന്നു. ഇനി ജലസേചന സൗകര്യം അമിതമായി ഉപയോഗിച്ചത് വഴി ഭൂഗർഭ ജലത്തിന്റെ അളവ് വരെ കുറയുകയുണ്ടായി. പിന്നെ രാസവളങ്ങളും കീടനാശിനികളുടെയും അമിതമായ പ്രയോഗം കാരണം മണ്ണിന്റെ ഘടനയെ അത് ബാധിച്ചു. മണ്ണിന്റെ ഫലഭൂഷ്ടിയൊക്കെ അത് ദോഷകരമായി ബാധിച്ചു. ഇനി ഇതിനകത്ത് പറഞ്ഞ ഹരിത വിപ്ലവത്തിന്റെ ദൂഷ്യഫലങ്ങൾ പരിഹരിക്കാനായിട്ട്, അതായത് വൻകിട കർഷകരും ചെറുകിട കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിക്കാതിരിക്കാൻ സർക്കാർ കുറെ കാര്യങ്ങൾ ചെയ്തു. എന്താണ്? ചെറുകിട കർഷകർക്കും ഈ സാങ്കേതിക വിദ്യകളുടെ ചിലവ് വഹിക്കാനായിട്ട് കുറഞ്ഞ പലിശ നിരക്കിൽ അവർക്ക് വായ്പ നൽകി. ഇപ്പൊ എന്താണ്? കുറച്ച് പലിശ ഈടാക്കിക്കൊണ്ട് അവർക്ക് വായ്പാ സൗകര്യങ്ങൾ നൽകുന്നു. ഇപ്പൊ എന്താണ്? വായ്പ എടുത്ത് ഈ സാങ്കേതിക വിദ്യകളൊക്കെ അവർക്ക് വാങ്ങാം. അവരുടെ പാടത്തേക്ക് വേണ്ട അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളും അതുപോലെ തന്നെ ട്രാക്ടർ, പമ്പ് സെറ്റ്, മറ്റു സൗകര്യങ്ങളൊക്കെ അവർക്ക് വാങ്ങാം. അതിനുശേഷം എന്താണ്? കൃഷിയിൽ നിന്ന് ലാഭം കിട്ടുമ്പോൾ അത് അവർക്ക് പതുക്കെ അടച്ചു തീർത്താൽ മതി. എന്താണ്? പലിശ നിരക്ക് നല്ല കുറവാണ്. പിന്നെന്താണ്? അതുപോലെ തന്നെ വളങ്ങൾ, കീടനാശിനികളും രാസവളങ്ങളും മറ്റും എന്താണ്? സബ്സിഡി നിരക്കിൽ രാസവളം അനുവദിച്ചു. സബ്സിഡി നിരക്കിലാണ് കർഷകർക്ക്, ചെറുകിട കർഷകർക്ക് സബ്സിഡി നിരക്കിൽ എന്ത് നൽകി? എല്ലാ കർഷകർക്കും എന്താണ്? കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ നൽകി ചെറുകിട കർഷകർക്ക്. പിന്നെന്താണ്? കർഷകർക്കെല്ലാം കുറഞ്ഞ നിരക്കിൽ, സബ്സിഡി നിരക്കിൽ, എന്താണ്? സബ്സിഡി നിരക്കിൽ. സബ്സിഡി നിരക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു വളത്തിന് 200 രൂപയാണെങ്കിൽ സബ്സിഡി നിരക്കിൽ അത് 150 രൂപയ്ക്ക് കിട്ടും.
സബ്സിഡി നിരക്കിൽ ഒരു 150 രൂപ അല്ലെങ്കിൽ 160 രൂപയ്ക്ക് എത്രയെങ്കിലും ഒരു പങ്ക് സബ്സിഡി തരുന്ന ഒരു രാസവളമാണെങ്കിൽ അതിന്റെ വിലയുടെ ഒരു ഭാഗം നമുക്ക് വേണ്ടി ആരാണ് ഗവൺമെന്റ് അടയ്ക്കും. നമ്മൾ എന്താണ് സബ്സിഡി കഴിച്ച് ബാക്കി പൈസ അടച്ചാൽ മതി. ഇപ്പം എക്സാമ്പിൾ ആണ് പറഞ്ഞത്, ഇപ്പൊ 200 രൂപയുള്ള ഒരു രാസവളത്തിന് 50 രൂപ സബ്സിഡി ആണെങ്കിൽ നമ്മൾ ബാക്കി 150 രൂപ അടച്ചാൽ മതിയാവും. അപ്പൊ എന്തൊക്കെയായിരുന്നു ഹരിത വിപ്ലവത്തിന്റെ ദൂഷ്യഫലങ്ങൾ മാറ്റാനായിട്ട് ചെയ്ത കാര്യങ്ങള്? ഒന്ന്, ചെറുകിട കർഷകരും വൻകിട കർഷകരും തമ്മിലുള്ള അന്തരവ് കുറയ്ക്കാനായിട്ട് ചെറുകിട കർഷകർക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ നൽകി. അതുപോലെ തന്നെ സബ്സിഡി നിരക്കിൽ എല്ലാവർക്കും രാസവളവും നൽകി. ഇനി എന്താണ്? ഗവൺമെന്റിന്റെ ഗവേഷണ സ്ഥാപനങ്ങൾ വിളകളിൽ കീടാക്രമണ സാധ്യത കുറയ്ക്കുന്നതിന് ചെറുകിട കർഷകർക്ക് സേവനങ്ങൾ നൽകി. അതുപോലെ തന്നെ കീടാക്രമണ സാധ്യത കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങൾ ഗവേഷണ സ്ഥാപനങ്ങളും അതിനു വേണ്ട സേവനങ്ങൾ നൽകുകയുണ്ടായി. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ദോഷവശങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ദോഷവശങ്ങൾ എന്താണെന്ന് നമ്മൾ പഠിച്ചു. ദോഷവശങ്ങൾ പരിഹരിക്കാനായിട്ട് എന്തൊക്കെ ചെയ്തെന്നുള്ള കാര്യവും നമ്മൾ പഠിച്ചു. ഇനി ഹരിത വിപ്ലവവുമായിട്ട് അനുബന്ധമായിട്ട് വരുന്ന മറ്റു ചില കാര്യങ്ങളാണ് നമ്മൾ നോക്കാം. ഇന്റൻസീവ് അഗ്രികൾച്ചർ ഡിസ്ട്രിക്ട് പ്രോഗ്രാമും ഇന്റൻസീവ് അഗ്രികൾച്ചർ ഡിസ്ട്രിക്ട് പ്രോഗ്രാം ഇന്റൻസീവ് അഗ്രികൾച്ചർ ഏരിയ പ്രോഗ്രാം IADP, IAAP, ഇന്റൻസീവ് അഗ്രികൾച്ചർ ഡിസ്ട്രിക്ട് പ്രോഗ്രാം, ഇന്റൻസീവ് അഗ്രികൾച്ചർ ഏരിയ പ്രോഗ്രാം. ഇത് ഏത് കാലയളവിലുള്ളതാണ് ഈ പരിപാടികൾ? 1960-61 കാലയളവിൽ നടപ്പിലാക്കിയ പദ്ധതികളാണ് തീവ്ര കാർഷിക ജില്ലാതല പരിപാടി എന്ന് പറയുന്നത്. ഇതിൽ എന്താണ് സംഭവിക്കുന്നത്? IADPയും IAAPയും ഒക്കെ നടപ്പിലാക്കിയ കാലഘട്ടം, ഇന്റൻസീവ് അഗ്രികൾച്ചർ ഡിസ്ട്രിക്ട് പ്രോഗ്രാം, ഇന്റൻസീവ് അഗ്രികൾച്ചർ ഏരിയ പ്രോഗ്രാം ഒക്കെ നടപ്പിലാക്കിയ കാലഘട്ടം 1960-61. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളുടെ ഉപയോഗവും എന്താണ് ഭക്ഷ്യധാന്യ ഉൽപാദനത്തിൽ വൻ വർധന ഉണ്ടാക്കി. അതിന് എന്താണ് ഈ ഒരു കാര്യമായിട്ട് ഹരിത വിപ്ലവമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന രണ്ട് പ്രോഗ്രാമുകളാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. എന്തൊക്കെയാണ്? തീവ്ര കാർഷിക ജില്ലാതല പരിപാടിയും അതുപോലെ തന്നെ ഇന്റൻസീവ് അഗ്രികൾച്ചർ ഏരിയ പ്രോഗ്രാമും ഒക്കെ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഹരിത വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട് കാർഷികോൽപാദന രംഗത്ത് വർധന ഉണ്ടാക്കാൻ വേണ്ടി നടപ്പിലാക്കിയ പരിപാടികളാണിത്. ഏത് കാലഘട്ടത്തിലാണ് നടപ്പിലാക്കിയ? 1960-61 കാലഘട്ടത്തിൽ. അടുത്തത് ഹൈ yielding വെറൈറ്റി പ്രോഗ്രാം. എന്താണ് ഈ ഒരു പരിപാടി? ഹൈ yielding വെറൈറ്റി പ്രോഗ്രാം എന്താണ്? ഇത് നടപ്പിലാക്കിയത് എന്നാണ്? 1966 നടപ്പിലാക്കിയ ഒരു പരിപാടിയാണ് ഹൈ yielding വെറൈറ്റി പ്രോഗ്രാം. എന്താണ് ഈ ഹൈ yielding വെറൈറ്റി പ്രോഗ്രാമിന്റെ ലക്ഷ്യം എന്ന് നോക്കാം. എന്തായിരുന്നു ഈ ഹൈ yielding വെറൈറ്റി പ്രോഗ്രാമിന്റെ ലക്ഷ്യം? ഭക്ഷ്യധാന്യ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുകയും 1970-71 ഭക്ഷ്യ സ്വയം പര്യാപ്തത കൈവരിക്കുകയും ചെയ്യുകയായിരുന്നു. അപ്പൊ എന്താണ്? ഉൽപാദനക്ഷമത, ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക. അതുപോലെ 1970-71 ആ ഒരു സമയമാകുമ്പോഴേക്കും ഭക്ഷ്യധാന്യ ഉൽപാദനത്തിൽ നമ്മൾ സ്വയം പര്യാപ്തരാവുക. നമ്മളുടെ ആവശ്യങ്ങൾക്ക് നമ്മൾക്ക് സ്വന്തമായിട്ട് ഭക്ഷ്യധാന്യം ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് എത്തുക. ഇത് രണ്ടുമായിരുന്നു ഹൈ yielding വെറൈറ്റി പ്രോഗ്രാം. 1966 നടപ്പിലാക്കിയ ഹൈ yielding വെറൈറ്റി പ്രോഗ്രാമിന്റെ ലക്ഷ്യം എന്താണ്? കാർഷിക ഉൽപാദനത്തിൽ ഭക്ഷ്യധാന്യ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക. 1970-71 ആവുമ്പോഴത്തേക്ക് എന്താണ്? ഭക്ഷ്യ സ്വയം പര്യാപ്തത നേടുക. അപ്പൊ ഇതായിരുന്നു ഹൈ yielding വെറൈറ്റി പ്രോഗ്രാം. ഭക്ഷ്യധാന്യ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക, അതുപോലെ തന്നെ ഭക്ഷ്യധാന്യ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത നേടുക. ഇതിനുവേണ്ടി 1966 നടപ്പിലാക്കിയ പദ്ധതിയാണ് ഹൈ yielding വെറൈറ്റി പ്രോഗ്രാം. ഇനി അടുത്തൊരു സ്ഥാപനത്തെ കുറിച്ചാണ്. എന്താണ്? കാർഷിക വില കമ്മീഷൻ.
അതായത് CACP. എന്താണ്? CACP എന്താണ്? കമ്മീഷൻ ഫോർ അഗ്രികൾച്ചറൽ കോസ്റ്റസ് ആൻഡ് പ്രൈസ്. എന്താണ്? കമ്മീഷൻ ഫോർ അഗ്രികൾച്ചറൽ കോസ്റ്റസ് ആൻഡ് പ്രൈസ്. എന്താണ്? കാർഷിക വില കമ്മീഷൻ. ഈ കാർഷിക വില കമ്മീഷൻ എന്നാണ് നിലവിൽ വന്നത്? 1965 കാർഷിക വില കമ്മീഷൻ നിലവിൽ വരുന്നത്. കാർഷിക വില കമ്മീഷൻ എന്നാ നിലവിൽ വന്നത്? 1965. CACP കമ്മീഷൻ ഫോർ അഗ്രികൾച്ചർ കോസ്റ്റ് ആൻഡ് പ്രൈസസ് 1965 നിലവിൽ വന്നു. ഇത് ഇന്ത്യ ഗവൺമെന്റിന്റെ കർഷക ക്ഷേമ മന്ത്രാലയത്തിന്റെ ഒരു അറ്റാച്ച്ഡ് ഓഫീസാണ്. അപ്പൊ എന്താണ്? കർഷക ക്ഷേമ മന്ത്രാലയത്തിന്റെ അറ്റാച്ച്ഡ് ഓഫീസാണ്. കർഷക ക്ഷേമ മന്ത്രാലയത്തിന്റെ അറ്റാച്ച്ഡ് ഓഫീസാണ്. അപ്പൊ എന്താണ് നമ്മൾ പഠിച്ചത്? കാർഷിക വില കമ്മീഷൻ. കാർഷിക വില കമ്മീഷൻ എന്ന് പറയുന്ന 1965 നിലവിൽ വന്നതാണ്. കർഷക ക്ഷേമ മന്ത്രാലയത്തിന്റെ ഒരു അറ്റാച്ച്ഡ് ഓഫീസായിട്ട് പ്രവർത്തിക്കുന്നതാണ് എന്ത്? കാർഷിക വില കമ്മീഷൻ. ഇനി ഇവർ എന്താണ് ചെയ്യുന്നത്? രണ്ട് കാര്യങ്ങൾ ഇവരുടെ മെയിൻ ആയിട്ട് നമുക്ക് പറയാം. ഒന്നെന്താണ്? ആധുനിക സാങ്കേതിക വിദ്യ സ്വീകരിക്കുന്നതിന് കർഷകരെ പ്രോത്സാഹിപ്പിക്കുക. എന്താണ്? കർഷകരെ എൻകറേജ് ചെയ്യുക. എന്തിനാണ്? ആധുനിക സാങ്കേതിക വിദ്യ സ്വീകരിക്കുന്നതിന് കർഷകരെ പ്രോത്സാഹിപ്പിക്കുക. അതുപോലെ തന്നെ എന്താണ്? നമ്മുടെ നാട്ടില് മിനിമം താങ്ങുവില, അതായത് മിനിമം സപ്പോർട്ട് പ്രൈസ് ശുപാർശ ചെയ്യുന്നത് ആരാണ്? അത് കാർഷിക വില കമ്മീഷനാണ്. അപ്പൊ എന്താണ്? പുതിയ ടെക്നോളജികൾ, ആധുനിക സാങ്കേതിക വിദ്യ സ്വീകരിക്കുന്നതിന് കർഷകരെ പ്രോത്സാഹിപ്പിക്കുക. അതുപോലെ തന്നെ എന്താണ്? മിനിമം താങ്ങുവില, മിനിമം സപ്പോർട്ട് പ്രൈസ്, മിനിമം താങ്ങുവില ശുപാർശ ചെയ്യുന്നത് ആരാണ്? കാർഷിക വില കമ്മീഷനാണ്. കാർഷിക വില കമ്മീഷനാണ് എന്തൊക്കെ ചെയ്യുന്നത്? കർഷകരെ പുതിയ സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കാനായിട്ട് പ്രോത്സാഹിപ്പിക്കുക. അതുപോലെ തന്നെ ധാന്യങ്ങൾക്കുള്ള മിനിമം താങ്ങുവില ശുപാർശ ചെയ്യും. ഇപ്പൊ ഇനി കാർഷിക വില കമ്മീഷൻ നിലവിൽ 23 സാധനങ്ങളുടെ മിനിമം സപ്പോർട്ട് പ്രൈസ് ആണ് അവര് നിർണയിക്കുന്നത്. അവര് ശുപാർശ ചെയ്യുന്നത് 23 ചരക്കുകളുടെ മിനിമം സപ്പോർട്ട് പ്രൈസ് ആണ്. ആര് ശുപാർശ ചെയ്യുന്നത്? കാർഷിക വില കമ്മീഷൻ. അതില് 7 ധാന്യങ്ങൾ വരും. ഏതാണ് ആ 7 ധാന്യങ്ങൾ? നെല്ല്, ഗോതമ്പ്, ചോളം, ബാർലി, റാഗി, ഇങ്ങനെയുള്ള ധാന്യങ്ങളൊക്കെ എന്തിൽ വരും? കാർഷിക വില കമ്മീഷൻ മിനിമം സപ്പോർട്ട് പ്രൈസ് ശുപാർശ ചെയ്യുന്ന ധാന്യങ്ങൾ ഇവയൊക്കെ വരും. അതുകൂടാതെ 5 പയർവർഗ്ഗങ്ങൾ, 4 വാണിജ്യ വിളകൾ, കൊപ്ര, കരിമ്പ്, പരുത്തി, അസംസ്കൃത ചണം, ഇങ്ങനെയുള്ള വാണിജ്യ വിളകളും 7 എണ്ണക്കുരുക്കളും 5 പയർവർഗ്ഗങ്ങളുടെ ഒക്കെ മിനിമം സപ്പോർട്ട് പ്രൈസ് ശുപാർശ ചെയ്യുന്നത് ആരാണ്? കാർഷിക വില കമ്മീഷനാണ്. അപ്പൊ കാർഷിക വില കമ്മീഷൻ ആധുനിക സാങ്കേതിക വിദ്യ സ്വീകരിക്കാൻ കർഷകരെ പ്രോത്സാഹിപ്പിക്കുകയും മിനിമം താങ്ങുവില ശുപാർശ ചെയ്യുകയും ചെയ്യുന്നത് കാർഷിക വില കമ്മീഷനാണ്. നിലവിൽ 23 ചരക്കുകളുടെ താങ്ങുവില ശുപാർശ ചെയ്യുന്നത് കാർഷിക വില കമ്മീഷനാണ്. 7 ധാന്യങ്ങൾ, 5 പയർവർഗ്ഗങ്ങൾ, 7 എണ്ണക്കുരു, 7 പിന്നെന്താണ്? 4 വാണിജ്യ വിളകൾ. ഇതെല്ലാം വരും എന്തില്? കാർഷിക വില കമ്മീഷൻ മിനിമം താങ്ങുവില ശുപാർശ ചെയ്യുന്ന ചരക്കുകളിൽ പെടുന്നതാണ് ഇവയെല്ലാം. ഇനി
ഹരിത വിപ്ലവത്തിന്റെ അടിസ്ഥാന ഘടകങ്ങൾ. ഹരിത വിപ്ലവത്തിന്റെ അടിസ്ഥാന ഘടകങ്ങൾ എന്തൊക്കെയാണ്? കാർഷിക മേഖലയുടെ വിപുലീകരണം, അതായത് കൃഷി ചെയ്യുന്ന മേഖലകൾ കുറച്ചുകൂടി വിപുലമാക്കുക, കുറച്ചുകൂടി ഏരിയയിലേക്ക് കൂടുതലായിട്ട് എന്താണ് കൃഷി വ്യാപിപ്പിക്കുക. അതാണ് ഹരിത വിപ്ലവത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളിൽ വരുന്ന ഒന്നാണ് കാർഷിക മേഖലയുടെ വിപുലീകരണം. കൂടുതൽ ഏരിയയിലേക്ക് കൃഷി വ്യാപിപ്പിക്കുക. അപ്പൊ ഹരിത വിപ്ലവത്തിന്റെ അടിസ്ഥാന ഘടകങ്ങൾ 3 അടിസ്ഥാന ഘടകങ്ങളാണ് ഹരിത വിപ്ലവത്തിന് വരുന്നത്. ഒന്ന് കാർഷിക മേഖലയുടെ വിപുലീകരണം. അടുത്ത വരുന്നത് എന്താണ്? ഇരട്ട വിളവെടുപ്പ് സംവിധാനം. എന്താണ് ഈ ഇരട്ട വിളവെടുപ്പ് സംവിധാനം എന്ന് പറഞ്ഞാൽ? നമ്മൾ ആദ്യം പറഞ്ഞു, ആദ്യം ഹരിത വിപ്ലവം വരുന്നതിന് മുൻപ് നമ്മുടെ രാജ്യത്ത് മഴയെ ആശ്രയിച്ചുള്ള കൃഷി സംവിധാനമായിരുന്നു. അപ്പൊ എന്താ, ഒരു സീസണിൽ ഒരു സാധനം മാത്രമേ, ഒരു വിള മാത്രമേ നമുക്ക് കൃഷി ചെയ്യാനായിട്ട് സാധിച്ചുള്ളൂ. പക്ഷെ ഹരിത വിപ്ലവം വന്നതിന് ശേഷം നല്ല ജലസേചന സൗകര്യമൊക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് എന്താണ്, 2 വിളകൾക്ക് പ്രാധാന്യം നൽകി. ഇതിനെയാണ് എന്ത്, ഇരട്ട വിളവെടുപ്പ് സംവിധാനം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്, നമ്മള് ഒരു സീസണിൽ നേരത്തെ ഒരു വിളയായിരുന്നു കൃഷി ചെയ്തിരുന്നത്. കാരണം നമ്മൾ മഴയെ ആശ്രയിച്ചായിരുന്നു കൃഷി ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഹരിത വിപ്ലവം വന്ന് ജലസേചന സൗകര്യമൊക്കെ വർദ്ധിച്ചതിന് ശേഷം ഒരേ സീസണിൽ തന്നെ 2 വിളകൾക്ക് പ്രാധാന്യം നൽകി. അതാണ് ഇരട്ട വിളവെടുപ്പ് സംവിധാനം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹരിത വിപ്ലവത്തിന് നമ്മൾ എന്താണ് ഉപയോഗിച്ചിരിക്കുന്നത്? മെച്ചപ്പെട്ട ജനിതക ശാസ്ത്രമുള്ള, അതായത് ഹൈ ഈൽഡിങ് വെറൈറ്റി ആയിട്ടുള്ള വിത്തുകളാണ് ഉപയോഗിച്ചിരുന്നത്. ഇതും എന്താണ്, ഹരിത വിപ്ലവത്തിന്റെ ഒരു അടിസ്ഥാന ഘടകമാണ്. അപ്പൊ ഹരിത വിപ്ലവത്തിന്റെ അടിസ്ഥാന ഘടകങ്ങൾ എത്രയെന്ന് ചോദിച്ചാൽ 3 അടിസ്ഥാന ഘടകങ്ങൾ നമുക്ക് ഹരിത വിപ്ലവത്തിന് പറയാനായിട്ട് സാധിക്കും. അത് ഏതൊക്കെയാണ്? കാർഷിക മേഖലയുടെ വിപുലീകരണം, 2 ഇരട്ട വിളവെടുപ്പ് സംവിധാനം, 3 എന്താണ്, മെച്ചപ്പെട്ട ജനിതക ശാസ്ത്രമുള്ള വിത്തുകളുടെ ഉപയോഗം, മെച്ചപ്പെട്ട ജനിതക ശാസ്ത്രമുള്ള, അതായത് ഹൈ ഈൽഡിങ് വെറൈറ്റി ആയിട്ടുള്ള വിത്തുകളുടെ ഉപയോഗം. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറുകളിലൊക്കെ കണ്ടുവരുന്ന തരം കുറച്ച് റെവല്യൂഷനുകൾ നോക്കാം. സുവർണ വിപ്ലവം, മഞ്ഞ വിപ്ലവം, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ വിപ്ലവങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അത് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് നമുക്ക് പഠിക്കാം. ഒന്നാമത്തെ നോക്കിക്കേ, സുവർണ വിപ്ലവം. എന്താണ് സുവർണ വിപ്ലവം? സുവർണ വിപ്ലവം എന്ന് പറയുന്നത് പഴങ്ങളും പച്ചക്കറികളുടെയും ഉൽപാദനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് സുവർണ വിപ്ലവം. അപ്പൊ എന്താണ്, പഴങ്ങൾ, പച്ചക്കറികൾ ഇവയുമായിട്ട് ബന്ധപ്പെട്ടതാണ് സുവർണ വിപ്ലവം. ഹോർട്ടികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ത്, സുവർണ വിപ്ലവം. അടുത്തത് മഞ്ഞ വിപ്ലവം. മഞ്ഞ വിപ്ലവം എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? മഞ്ഞ വിപ്ലവം എണ്ണക്കുരു ഉൽപാദനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. മഞ്ഞ വിപ്ലവം എന്തിന്റെ ഉൽപാദനം കൂട്ടാനായിട്ടുള്ളതാണ്? എണ്ണക്കുരു ഉൽപാദനവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് എന്ത്, മഞ്ഞ വിപ്ലവം. എണ്ണക്കുരു ഉൽപാദനവുമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ് മഞ്ഞ വിപ്ലവം. സുവർണ വിപ്ലവം പഴം, പച്ചക്കറി ഉൽപാദനവുമായി ബന്ധപ്പെട്ടത്, മഞ്ഞ വിപ്ലവം എണ്ണക്കുരു ഉൽപാദനവുമായിട്ട് ബന്ധപ്പെട്ടത്. അടുത്തത് നോക്കാം, ധവള വിപ്ലവം. ധവള വിപ്ലവം എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? പാൽ ഉൽപാദനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പാൽ ഉൽപാദനത്തിലെ വർധനവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ധവള വിപ്ലവം. അടുത്തത് എന്താണ്, നീല വിപ്ലവം. നീല വിപ്ലവം എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? മത്സ്യ ഉൽപാദനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് മീനിന്റെ ഉൽപാദനവുമായിട്ട് ബന്ധപ്പെട്ടതാണ് നീല വിപ്ലവം, ബ്ലൂ റെവല്യൂഷൻ. അടുത്ത എന്താണ്, സിൽവർ റെവല്യൂഷൻ. സിൽവർ റെവല്യൂഷൻ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? മുട്ട ഉൽപാദനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? മുട്ട ഉൽപാദനവുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ത്, സിൽവർ റെവല്യൂഷൻ. അടുത്തത് പിങ്ക് റെവല്യൂഷൻ. ഏത് കാർഷികപരമായിട്ട് കൃഷിയായിട്ട് ബന്ധപ്പെട്ട എന്തുമായിട്ടാണ് പിങ്ക് റെവല്യൂഷൻ ബന്ധപ്പെട്ടിരിക്കുന്നത്? മീറ്റ് പോൾട്രി. എന്താണ്, ഇറച്ചി, കോഴി വളർത്തൽ, ഇറച്ചി, ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇതിന്റെ ഉൽപാദനത്തിൽ വർധന ഉണ്ടാക്കുന്നതാണ് എന്ത്,
പിങ്ക് റെവല്യൂഷൻ. അടുത്ത എന്താണ്? കറുത്ത വിപ്ലവം. കറുത്ത വിപ്ലവം എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? കറുത്ത വിപ്ലവം പെട്രോളിയം ഉൽപ്പന്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. പെട്രോളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. എന്ത്? കറുത്ത വിപ്ലവം പെട്രോളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത എന്താണ്? ബ്രൗൺ റെവല്യൂഷൻ. ബ്രൗൺ റെവല്യൂഷൻ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? തുകൽ, കൊക്കോ, പാരമ്പര്യേതര ഉൽപ്പന്നങ്ങൾ. തുകൽ, കൊക്കോ, അതുപോലെ തന്നെ പാരമ്പര്യേതര ഉൽപ്പന്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിപ്ലവമാണ് എന്ത്? ബ്രൗൺ റെവല്യൂഷൻ. തുകൽ, കൊക്കോ, മറ്റ് പാരമ്പര്യേതര ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ബ്രൗൺ റെവല്യൂഷൻ. അടുത്ത എന്താണ്? ഗ്രേ റെവല്യൂഷൻ. എന്താണ് ഗ്രേ റെവല്യൂഷൻ? രാസവളം. രാസവളങ്ങളുടെ ഉൽപാദനവുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ത്? ഗ്രേ റെവല്യൂഷൻ. എന്താണ്? രാസവളങ്ങളുടെ ഉൽപാദനവുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ത്? ഗ്രേ റെവല്യൂഷൻ. അപ്പൊ ഏതൊക്കെ വിപ്ലവങ്ങൾ എന്തിന്റെ ഉൽപാദനവുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് നമ്മൾ നോക്കി. സുവർണ വിപ്ലവം എന്താണ്? പഴങ്ങളുടെയും പച്ചക്കറികളുടെയും ഉൽപാദനവുമായിട്ട് ബന്ധപ്പെട്ട് ഹോർട്ടികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് സുവർണ വിപ്ലവം. മഞ്ഞ വിപ്ലവം എണ്ണക്കുരു ഉൽപാദനവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. ധവള വിപ്ലവം പാലിന്റെ ഉൽപാദനവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. നീല വിപ്ലവം മീനിന്റെ ഉൽപാദനവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. സിൽവർ റെവല്യൂഷൻ എന്താണ്? മുട്ടയുടെ ഉൽപാദനവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. പിങ്ക് റെവല്യൂഷൻ എന്താണ്? ഇറച്ചിയുടെ ഉൽപാദനം, അതുപോലെ തന്നെ പോൾട്രി, കോഴികളുടെ എന്താണ്, അതായത് ഇറച്ചിയുടെ ഉൽപാദനവുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ത്? പിങ്ക് റെവല്യൂഷൻ. കറുത്ത വിപ്ലവമോ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഉൽപാദനവുമായിട്ട് ബന്ധപ്പെട്ടതാണ് കറുത്ത വിപ്ലവം. ബ്രൗൺ റെവല്യൂഷൻ കൊക്കോ, തുകൽ, അങ്ങനെ പാരമ്പര്യേതരമായിട്ട് വരുന്ന ഉൽപ്പന്നങ്ങളുടെ ഉൽപാദനവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ബ്രൗൺ റെവല്യൂഷൻ. പിന്നെ വരുന്നത് ഗ്രേ റെവല്യൂഷൻ. ഗ്രേ റെവല്യൂഷൻ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? രാസവളങ്ങളുടെ ഉൽപാദനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഹരിത വിപ്ലവത്തില് മൊത്തത്തില് പഠിക്കാനുള്ളത്. അപ്പൊ എല്ലാവർക്കും താങ്ക് യു.